യു.എസിൽ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയൽ ഡിസംബർ 19 പുറത്തു വരികയാണ്. ഈ ഫയൽ പുറത്തു വരാതിരിക്കാനായിട്ട് ട്രംപ് ഒരുപാട് നാടകങ്ങൾ കളിച്ചു. കാരണം ട്രംപിനും ഭയമുണ്ട് അതിൽ തൻ്റെ പേരുണ്ടാകുമോ എന്നുള്ളത്. പേരുണ്ട് എന്നുള്ളത് ട്രംപിന് വേണ്ടി വാദിച്ചവർ തന്നെ പിന്നീട് ട്രംപിന്റെ അനുയായികളായി മാറിയ സമയത്ത് ഈ ഫയൽ അവരുടെ കയ്യിൽ കിട്ടുകയും അവർ അത് മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് വളരെ കോളിളക്കം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫയലാണ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ നില പരുങ്ങലിലാകുമോ? എന്താണ് പിന്നീട് തുടർന്ന് അമേരിക്കയിൽ സംഭവിക്കുക? പ്രജിത, 2019 ഓഗസ്റ്റ് 10 66-ാമത്തെ വയസ്സിൽ മരിച്ച ജെഫ്രി എപ്സ്റ്റീൻ്റെ പ്രേതം അമേരിക്കയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളെയാകെ കീഴ്മേൽ മറിച്ചുകൊണ്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വാട്ടർ ഗേറ്റ് സ്കാൻഡലിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കോളിളക്കങ്ങളിലൊന്നായിട്ട് അത് അമേരിക്കൻ സമൂഹത്തിൽ മാത്രമല്ല ക്യാപിറ്റോൾ ഹില്ലിലേക്കും പടർന്ന് പന്തലിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയം, നമ്മൾ എപ്സ്റ്റീൻ എന്നുള്ള പേര് ഞെട്ടിക്കുന്ന ഒരു പേരായിട്ട് മാറിയിരിക്കും. നമുക്കറിയാം ഐൻസ്റ്റീൻ എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെ E=mc² എന്നുള്ള സമവാക്യം ലോക സൈനിക ചരിത്രത്തെയാകെ മാറ്റിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും മഹത്തായ വിജയത്തിന് നിദാനമായത് അദ്ദേഹത്തിൻ്റെ ആ ജൂതൻ്റെ തലച്ചോറിൽ നിന്ന് തന്ന E=mc² എന്നുള്ള ആ ഒരു തിയറിയാണ്. തിയറിയിൽ പിന്നെ പിൽക്കാലത്ത് ഈ ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറിയൊക്കെ വന്നപ്പോൾ പല മാറ്റങ്ങളും പരിണാമങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് മാറ്റിമറിച്ചതുപോലെ ഒരു ഉഴുതുമറിക്കലാണ് ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന മരിച്ചുപോയ ആളുടെ പ്രേതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫയലുകൾ, രേഖകൾ. വളരെ സമ്മർദ്ദം റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഉണ്ടായതിനെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായിട്ട് ക്ലാസിഫൈഡ് സീക്രട്സായിട്ട് സ്റ്റേറ്റ് സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പോലും ഒരു നിശ്ചിത കാലാവധി 30 വർഷമാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്, പുറത്തുവിടണമെന്നാണ്. അവിടുത്തെ വിവരാവകാശം അത്രമാത്രമുണ്ട്. അങ്ങനെ ഇത് പുറത്തുവിടണമെന്ന് ട്രംപ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുക 30 വർഷം ആയിട്ടില്ലെങ്കിൽ തന്നെ. കാരണം അത്ര ഡിമാൻഡാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ. രസാവഹമായ ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപിനെ പോലെ അത്ര പ്രതിഭാശാലി അല്ലാത്ത ഒരു നേതാവിനെ എന്ന പോലെ നോം ചോംസ്കി എന്ന് പറയുന്ന ഇടതുപക്ഷ സഹചാരിയും ഭാഷാ പണ്ഡിതനും ബുദ്ധജീവിയും അമേരിക്ക എപ്പോഴും നിരന്തരമായിട്ട് വിമർശനത്തിന് വിധേയനാക്കുകയും ചെയ്യുന്ന നോം ചോംസ്കിയുടെ പേരും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് ജനസംസാരം. കുഴപ്പമൊന്നുമില്ല, ആദ്യകാലത്ത് ഇദ്ദേഹം കുറേ പേര് ചേർന്നൊരു കമ്പനി എന്നാണല്ലോ അത് നമ്മൾ പറയുന്നത് നടത്തുന്ന നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെ ഒന്നാണ്. നമ്മുടെ ഈ MK കണ്ണനും ഒക്കെ നടത്തിയതുപോലെ അതിൽ നിന്ന് ലാഭം കൂട്ടുക എന്നുള്ളൊരു ബിസിനസ്സിലാണ് തുടങ്ങിയത്. പക്ഷേ ക്രമേണ അത് വലിയൊരു സെക്സ് റാക്കറ്റിലാണ് പെട്ടത്. അതിലേക്ക് പോയി. കാരണം വലിയ ലാഭം കൊയ്യാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അമേരിക്കയിലത്. പണം ധാരാളം ഉണ്ടല്ലോ, സുഖ അന്വേഷികളായിട്ടുള്ള ധാരാളം ആൾക്കാരുമുണ്ട്, സുഖലോലുപരായ ധാരാളം ആൾക്കാരുമുണ്ട്, നമ്മുടെ പോലെ ഈ മൂല്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാത്ത സ്ത്രീജനങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹമാണ് അവിടെ. ആ സമൂഹത്തിൽ ഇത് നല്ലപോലെ ഒരു വലിയ കച്ചവടം തന്നെയായിരുന്നു. കച്ചവടത്തിൻ്റെ പക്ഷെ പങ്കിലമായിട്ടുള്ള ഒരു പാഠമെന്ന് പറയുന്നത് അതിലേക്ക് പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങളെയും അമിത ലാഭത്തിന് വേണ്ടി കൊണ്ടുവന്നു. അത് ലോകത്തിന് കത്തോലിക്ക സഭയ്ക്ക് പോലും പൊറുക്കാനാവാത്ത കുറ്റത്തിൻ്റെ പാപഭാരം പേറുന്നതാണ് ഈ ഫയലുകൾ. ഈ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുണ്ടെന്നാണ് ജനസംസാരം, നോം ചോംസ്കിയുടെ പേരുണ്ടെന്നാണ് ജനസംസാരം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ, പകൽ മാന്യന്മാരായിട്ട് കാണുന്ന വ്യക്തികളൊക്കെ തന്നെ അവർക്ക് ഇരുട്ടിൻ്റെ ഒരു മറുവശവും ഉണ്ടെന്നുള്ളത് ഇത് സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഡീക്ലാസിഫൈ ചെയ്യാനും അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു പക്ഷേ വിക്കിലീക്സിൻ്റെ വെളിപ്പെടുത്തലുകൾ അമേരിക്കയിൽ ഉണ്ടാക്കിയ, ലോകമാകെ ഇന്ത്യയിൽ പോലും ഉണ്ടാക്കിയ ആഘാതം പോലെ ഒന്ന് സംഭവിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ലീക്ക് ചെയ്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല.
FBI തന്നെ, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ അതിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചിലതൊക്കെ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്, ചിലത്. പക്ഷേ ഇത് മഞ്ഞുപാളിയുടെ ഉപരിതലം മാത്രമാണ്. ഇനിയും ബാക്കിയെല്ലാം അഗാധമായ സമുദ്രത്തിൽ മൂടിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമുദ്രജലത്തിനാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2003 50-ാം ജന്മദിനമായിരുന്നു. 2003 50-ാം ജന്മം, കറക്റ്റാണ്. 16 വയസ്സ് പിന്നെയും കൂടിയിട്ട് അത്ര ജീവിച്ചുള്ളൂ അദ്ദേഹം. എപ്സ്റ്റീന് സമ്മാനമായി ലഭിച്ച കത്തുകളുടെ സമാഹാരത്തിൽ ട്രംപിൻ്റേതായിട്ടൊരു കത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം ഉണ്ടല്ലോ, പത്മകുമാർ. ആ പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധം പോലൊരു ബന്ധം എപ്സ്റ്റീനും അതുപോലെ ട്രംപും ഒരു തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പ്രേക്ഷകരുടെ അനുമതിയോടുകൂടി, നഗ്നയായ സ്ത്രീയുടെ രേഖാചിത്രം വരച്ച് ട്രംപ് പേരെഴുതി ഒപ്പിട്ട ഒരു കത്തുണ്ട്. ട്രംപ് മോശക്കാരനൊന്നും അല്ല, ഈ ബിസിനസ്സിൽ അത്ര മോശക്കാരൻ, അദ്ദേഹം വേറെ ബിസിനസ് ഒരുപാട് നടത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എപ്സ്റ്റീൻ രേഖകൾ ഇനിമേലിൽ പുറത്ത് വിടില്ലെന്ന് നീതിന്യായ വകുപ്പും FBI-യും ആ മാസം അറിയിച്ചു. കാരണം എന്താ? പ്രസിഡന്റ് ട്രംപിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അദ്ദേഹത്തിന് അപഖ്യാതി ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുറത്തു വിടാൻ. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ ആരാണെന്നുള്ള ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ വലിയ വലിയ ഘോരമായ ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം ഇപ്പോൾ ആ വഴിക്കാണ് പോകുന്നത്. പക്ഷേ പത്മകുമാറിനെ പോലെ അല്ലെങ്കിൽ മുകേഷിനെ പോലെ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് അദ്ദേഹം. അത് കറക്റ്റായിട്ട് ബെന്നി ബെഹനാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ തെളിവുകൾ പുറത്തു വന്നിട്ട് അവിടുത്തെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫെഡറൽ പോലീസ് ഒക്കെ അന്വേഷണം നടത്താതെ ട്രംപിന് ഒരു കുഴപ്പമില്ല, രാജിവെക്കണമെന്ന് എവിടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണത്. നമ്മളെക്കാൾ മുമ്പേ ജനാധിപത്യത്തിൻ്റെ വാഴ്ചയുണ്ടായിട്ടുള്ള ജോർജ് വാഷിങ്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ ജനാധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമാണ്. ബ്രിട്ടീഷ് കോളനികളിൽ നിന്നാണ് അവരും സ്വാതന്ത്ര്യം നേടിയത്, അല്ലേ? അപ്പോൾ ആ രാജ്യത്ത് ഇങ്ങനെ സംശയത്തിൻ്റെ നിലയിൽ ട്രംപ് രാജിവെക്കാൻ ആരും പറയുന്നില്ല. പറയുന്നത് എന്താണ്? സത്യം പുറത്തു വരണം. അത് അവരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. പെട്ടെന്ന് രാജിവെക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ സത്യമായിട്ടുള്ള കാര്യം, അവർക്ക് രേഖകൾ സഹിതം സത്യമാണെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന മാന്യതയാണ് അവിടെ. സത്യത്തിനാണ് അവിടെ പ്രാമുഖ്യം. സത്യം അതറിഞ്ഞിട്ടാണ്. സ്വാഭാവികമായും സംഭവിച്ചിരിക്കാം, പക്ഷെ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക എന്നുള്ള. ഇവിടെ നമ്മുടെ രാജ്യത്ത് നേരെ മറിച്ച് നമ്മുടെ ഒരു വ്യത്യാസം ആ കോണ്ടെക്സ്റ്റിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. നമുക്കിവിടെ ആരോപണങ്ങളാണ് പ്രധാനം. കുറ്റാരോപിതനാണെങ്കിൽ അവനെ ഇട്ട് വേട്ടയാടുക. കുറ്റാരോപിതനാണ്, അതാണ് ബെന്നി ബെഹനാൻ പറഞ്ഞിട്ട്. കുറ്റാരോപിതനാണ് രാഹുൽ മാങ്കൂട്ടത്തിലും. തെളിയിക്കപ്പെട്ടിട്ടില്ല, കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി, അതുപോലെ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരെല്ലാം കുറ്റപത്രം കിട്ടിയിട്ടുള്ളവരാണ്. അതിനിപ്പോൾ പുതിയ AJP കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിയതിനെ കുറിച്ച് പുതിയ കേസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ എല്ലാവരും കൂടി ഇട്ട് ഇങ്ങനെ വേട്ടയാടേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റുകാരൻ തന്നെയാണ്, ചെറ്റത്തരം തന്നെയാണ് കാണിച്ചത്. ഇത് ശരിയാണെങ്കിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് അന്വേഷിക്കാനുള്ള വിഭാഗങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തിന് കുറ്റപത്രം സമർപ്പിക്കട്ടെ, ജയിലിലേക്ക് പോകട്ടെ, അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. ആരും അതിനെതിരല്ല. തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നീതിയും കിട്ടണം. പക്ഷേ അതിനു മുമ്പ് ഈ ബഹളം അമേരിക്കയിൽ അങ്ങനെ ഉണ്ടാവാറില്ല എന്നുകൂടിയാണ്. എപ്സ്റ്റീൻ വേണമെന്നാണ് അവർ പറയുന്നത്, അല്ല ട്രംപ് രാജിവെക്കണമെന്നാണ്. ദാറ്റ്സ് ദ പോയിന്റ്. ഫയൽ പുറത്തു വിടും, അതാണ് ദാറ്റ്സ് ദ പോയിന്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.